നമുക്കിനി ബ്ലഡിൽ ബാക്കിയുള്ളത് ബ്ലഡ് ഗ്രൂപ്പ്സ്, ട്രാൻസ്ഫ്യൂഷൻ, ഡിസോർഡേഴ്സ്, ഹീമറ്റോപോയസിസ് ആണ്. അതിലിപ്പോൾ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അബൌട്ട് ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ ബ്ലഡ് ടൈപ്പ് എന്നും പറയും. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്ലഡ്, അതായത് ബ്ലഡ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ബ്ലഡിലുള്ള RBC അറിയാം, റെഡ് ബ്ലഡ് കോർപ്പസിൽ ആൻറ്റിജൻ പ്രസൻ്റ് ആണോ, സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ, കുറേ ആൻറ്റിജൻസ് ഉണ്ട്. ആ ആൻറ്റിജൻസ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആ ആൻറ്റിജൻ എന്ത് തരമാണ് എന്ന് നോക്കിയിട്ടാണ് ബ്ലഡിനെ ടൈപ്പ് ചെയ്യുന്നത്. So, the classification is based on the presence or absence of inherited antigenic substance on the surface of RBC. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാരൻസിൽ നിന്ന് ജനറ്റിക് വഴി കിട്ടിയത്, നമ്മളായിട്ട് അക്വയർ ചെയ്യുന്നതല്ല, നമുക്ക് നമ്മളുടെ DNA എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു എംബ്രിയോ ഉണ്ടാവുന്നത് ഒരു ഓവും ഒരു സ്പേമും കൂടെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 2 സെറ്റ് ക്രോമസോം, ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും വന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. സോ നമ്മളുടെ എല്ലാ ജനറ്റിക് ഇതും അത് പാരൻസിൽ നിന്ന് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ്. അങ്ങനെ കിട്ടുന്ന ആൻറ്റിജൻ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ RBC എന്ന് നോക്കിയിട്ടാണ് ബ്ലഡിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഈ ആൻറ്റിജൻസ് എന്തൊക്കെയാവാം? ദിസ് ക്യാൻ ബി ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ് ആവാം, കാർബോഹൈഡ്രേറ്റ്സ് ആവാം, ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപിഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? നമ്മളുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ ചോദിക്കും നിങ്ങൾ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ്, ഏതാണ്, A ആണോ B ആണോ, A പോസിറ്റീവ് ആണോ B പോസിറ്റീവ് ആണോ എന്ന് ചോദിക്കും അല്ലേ? അപ്പം മൊത്തം ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ബ്ലഡ് ഗ്രൂപ്പാണ്. എല്ലാവരിലും ഇതുണ്ട് ABO ബ്ലഡ് ഗ്രൂപ്പ്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ കോമ്പാറ്റബിൾ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് ABO. ഈ കോമ്പാറ്റബിൾ അല്ല, ചേർച്ചയില്ല, മാച്ചില്ല ഈ ബ്ലഡ് നമ്മൾ ഒരു ഡോണറിൽ നിന്ന് റെസിപ്പിയനിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഡോണർ കൊടുക്കുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ല, റെസിപ്പിയൻറ്റിന് എന്ത് പറ്റും? ബ്ലഡ് എടുക്കുന്ന ആൾ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആൾക്ക് അത് അയാളുടെ ഡെത്ത് വരെ കോസ് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടാകും. സോ ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ്. പിന്നെ കോമൺലി ഏറ്റവും നമ്മളെല്ലാവരിലും കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റമാണ്. മെയിൻലി 35 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഏകദേശം ഉണ്ട്. ഓക്കെ, ഈ 35 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ABO ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും, അതായത് എൻ്റെ പോപ്പുലേഷനിൽ ഇത് കാണുന്നതാണ്. പിന്നെ ചില ബ്ലഡ് ഗ്രൂപ്പ് ഇത് ചിലരിൽ നിന്ന് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, ലേറ്ററായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിൽ എത്ര തരം ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. മൊത്തം 8 എണ്ണം പറയാം. എണ്ണി നോക്കുന്ന A പോസിറ്റീവ്, A നെഗറ്റീവ്, B പോസിറ്റീവ്, B നെഗറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ്. എന്താണ് ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എന്താണ് ഈ പോസിറ്റീവ്, എന്താണ് ഈ നെഗറ്റീവ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ABO blood group system is the most important blood type system in human because it's in importance in human blood transfusion. അതാണ് നേരത്തെ പറഞ്ഞത്. ഇനി ABO ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ മാത്രമാണോ കാണുന്നത്? അല്ല, ചില റോഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലി, അണ്ണാൻ, അങ്ങനെയില്ലേ, ആ കാറ്റഗറി. പിന്നെ എയ്പ്സ് എന്ന് പറഞ്ഞാൽ ചിമ്പാൻസി, ഗൊറില്ല, അങ്ങനെയുള്ളവരിലും ഈ ABO ബ്ലഡ് ടൈപ്സ് കാണാൻ പറ്റും. Determination of ABO blood group depends upon the immunological reaction between antigen and antibody. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് മനസ്സിലാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്, ഒരു ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷനാണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ആൻ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഇൻ അവർ ബോഡിയാണ് ആൻറ്റിജൻ. സോ ഇവർ തമ്മിലുള്ള റിയാക്ഷൻ, അത് ആ ഇമ്മ്യൂണോളജിക്കൽ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ്, ആ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ബേസിസ്. ഇനി ആൻറ്റിജൻസ് ആർ ഓൾസോ കോൾഡ് അഗ്ലൂട്ടിനോജൻ ബിക്കോസ് ഓഫ് ദർ കപ്പാസിറ്റി ടു കോസ് അഗ്ലൂട്ടിനേഷൻ ഓഫ് RBC. ആൻറ്റിജനെ അഗ്ലൂട്ടിനോജൻ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? ഈ ആൻറ്റിജൻസ് ഉണ്ടെങ്കിൽ ആൻറ്റിജൻസിന് അവരെന്ത് ചെയ്യുക? RBCനെ
വലിച്ച് അവരിലേക്ക് ആക്കിയിട്ട് എന്താ പറയുക, കുറേ ക്ലംസ് പോലെ വയ്ക്കും അഗ്ലൂട്ടിനേഷൻ. ലാസ്റ്റ് ടൈം നമ്മൾ ബ്ലഡിൻ്റെ ക്ലാസ്സിൽ കണ്ടായിരുന്നല്ലോ, ടൈറ്റർ നോക്കുമ്പോൾ കണ്ടിരുന്നില്ലേ? അപ്പോൾ അതാണ് അഗ്ലൂട്ടിനേഷൻ. അപ്പോൾ അഗ്ലൂട്ടിനേഷൻ ഉണ്ടെങ്കിൽ ചെറിയ നമുക്ക് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഇട്ടിട്ട് നമ്മൾ അതിൽ ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കുകയാണ്, ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ക്ലംസ് വരുന്നുണ്ടോ നോക്കും. ക്ലംസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ക്ലംസ് വരുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ പറയണതാണ് അഗ്ലൂട്ടിനേഷൻ. അവിടെ എന്താ ഉണ്ടായേക്കണേ? RBCയിലുള്ള ആൻറ്റിജൻ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആൻറ്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്തു എന്നാണ് അതിനർത്ഥം. ഇനി ഹിസ്റ്ററി. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലാൻഡ്സ്റ്റെയ്നർ ആണ്. ലാൻഡ്സ്റ്റെയ്നർ ഒരു റൂളുണ്ട്, ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബേസിസ്. അതായത് ഇഫ് ആൻ ആൻറ്റിജൻ ഇസ് പ്രസൻറ്റ് ഓൺ എ പേഷ്യൻസ് RBC, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ആരും ആയിക്കോട്ടെ, ഒരു വ്യക്തിയുടെ RBCയിൽ ഒരു ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ്, ആ ആൻറ്റിജൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റിബോഡി ആ വ്യക്തിയുടെ ഉണ്ടാവില്ല, സിറത്തിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ടാവില്ല എന്ന് പറയും. എന്തുകൊണ്ട്? അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ എ ഗ്രൂപ്പുള്ള ആളാണ്, ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളാണ്. ആ ആൾക്ക് ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ RBCയിലൊക്കെ ആൻറ്റിജൻ ഉണ്ട്. ആൻറ്റിബോഡി ആണെങ്കിൽ ഈ ആൻറ്റിബോഡി വന്നിട്ട് എന്ത് ചെയ്യും? ഈ ആൻറ്റിജനെ കയറി അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അഗ്ലൂട്ടിനേറ്റ് ചെയ്ത് എല്ലാ RBC അഗ്ലൂട്ടിനേറ്റ് ആയി പോവും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ഓക്സിജൻ ക്യാരി ചെയ്യാൻ RBCയിലെ ഫങ്ഷൻസിനൊന്നുമില്ല. സോ നോക്കാം, B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്? RBCയുടെ പൊക്കത്തെ എന്ത് ആൻറ്റിജൻ ഉണ്ടാവുക? B ആൻറ്റിജൻ ഉണ്ടാവും. അപ്പോൾ അതിൽ കറസ്പോണ്ടിങ് B ആൻറ്റിബോഡി ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അഗ്ലൂട്ടിനേറ്റ് ചെയ്ത് പോയേനെ. സോ അങ്ങനെയൊരു സംവിധാനമാണ് നമ്മുടെ ശരീരം അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലാൻഡ്സ്റ്റെയ്നർ റൂൾ. ഓക്കെ, അടുത്ത ഇതിൻ്റെ ബേസിക്സ്, ABO ബേസിക്സ് എന്താണെന്ന് നോക്കാം. അതായത് ബേസ്ഡ് ഓൺ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻ A ആൻഡ് ആൻറ്റിജൻ B. ആൻറ്റിജൻ എയുടെയും ആൻറ്റിജൻ ബിയുടെയോ പ്രസൻസ് എവിടെ? RBCയിൽ അനുസരിച്ച് ബ്ലഡ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഗ്രൂപ്പ്: A, B, AB ആൻഡ് O. ബ്ലഡ് ഹാവ് ആൻറ്റിജൻ A ബിലോങ്സ് ടു A ഗ്രൂപ്പ്. RBCയുടെ പൊക്കത്ത് A ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അവർ A ഗ്രൂപ്പ് ആവും. അതിൽ ഉണ്ടാവുന്ന ആൻറ്റിബോഡി ഏതാണ്? എക്കെതിരെയുള്ള ആൻറ്റിബോഡി ആയിരിക്കില്ല, Bക്കെതിരെയുള്ള ആൻറ്റിബോഡി ആയിരിക്കും. സോ ആൻറ്റി-B ആൻറ്റിബോഡി ആയിരിക്കും, അല്ലെങ്കിൽ ബീറ്റ ആൻറ്റിബോഡി. ബീറ്റ ആൻറ്റിബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? B ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ B ആൻറ്റിജനോട് പോയി റിയാക്ട് ചെയ്യാൻ പറ്റിയ ആൻറ്റിബോഡി. സോ ആൻറ്റി-B ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക. ആൻറ്റി-A ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അഗ്ലൂട്ടിനേഷൻ നടന്ന് പ്രശ്നമായേനെ. സോ ഒരു A ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു A ഗ്രൂപ്പ് എന്ന് വെച്ചാൽ A ആൻറ്റിജൻ ഉള്ള ആൾക്ക് അയാളുടെ ശരീരത്തിൽ ആൻറ്റി-B ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക. ആൻറ്റി-B എന്ന് പറഞ്ഞാൽ, ആൻറ്റി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്, B എന്ന് പറഞ്ഞാൽ B ഗ്രൂപ്പിനോട്. അപ്പോൾ B ഗ്രൂപ്പിനോട് എതിരെയുള്ള ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ തിരിച്ച് ഇനിയിപ്പോൾ B ഗ്രൂപ്പ് ആണെങ്കിലോ, ഒരു B ഗ്രൂപ്പുള്ള ആളാണ്, ആൻറ്റിജൻ B ആയിരിക്കും. അയാൾക്ക് എന്താ ഉണ്ടാവുക? അയാളുടെ ശരീരത്തിൽ B ആൻറ്റിബോഡി അല്ല ഉണ്ടാവുക, A ആൻറ്റിബോഡിയാണ് ഉണ്ടാവുക. ഓക്കെ, ആൽഫ ആൻറ്റിബോഡി ഉണ്ടാവും, ദാറ്റ് ഈസ് ആൻറ്റി-A ആൻറ്റിബോഡി ദാറ്റ് ക്യാൻ ബൈൻഡ് ടു A ആൻറ്റിജൻ. ഇനി 2 ആൻറ്റിജനുള്ള കേസാണ് AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBCയുടെ പൊക്കത്ത് A ആൻറ്റിജനും ഉണ്ടാവും, B ആൻറ്റിജനും ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ ബ്ലഡ് സിറത്തിൽ അവർക്ക് ആൻറ്റിബോഡിയേ ഉണ്ടാവത്തില്ല. ഓക്കെ, ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? 2 ആൻറ്റിബോഡി ഏതാണെങ്കിലും, ഇപ്പോൾ A ആണെങ്കിലോ B ആണെങ്കിലോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും ഏതെങ്കിലും ഒന്ന് പോയിട്ട് അഗ്ലൂട്ടിനേറ്റ് ചെയ്താലും മതിയല്ലേ? A പോയിട്ട് ABയിലെ A ആൻറ്റിജനെല്ലാം അഗ്ലൂട്ടിനേറ്റ് ചെയ്താൽ RBC അഗ്ലൂട്ടിനേറ്റഡ് ആയി. B ആൻറ്റിബോഡി ഉണ്ടായിരുന്നെങ്കിൽ B പോയി അഗ്ലൂട്ടിനേറ്റ് ചെയ്തേനെ. സോ അവിടെ ആൻറ്റിബോഡീസേ ഇല്ല, 2 ആൻറ്റിബോഡീസും കാണുന്നില്ല. ഇനി O ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആൻറ്റിജൻസേ ഇല്ല, Aയും ഇല്ല, B ആൻറ്റിജനും ഇല്ല. പക്ഷേ അവരുടെ കയ്യിൽ 2 ആൻറ്റിബോഡിയും കാണുന്നുണ്ട്. ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡി ഉണ്ട്. ആൻറ്റിബോഡി മാത്രം ഉള്ളതുകൊണ്ട് എന്താകും? അവർക്ക് പോയിട്ട് എവിടെ ചുമ്മാ ആൻറ്റിബോഡി തന്നെ ഇരിക്കും. ആൻറ്റിജൻ ഇല്ല, അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിസ്. ഓക്കെ, ഇതാണ്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ABO ബ്ലഡ് ഗ്രൂപ്പിൽ A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ ആൻറ്റിജൻ A ഉണ്ടാവും, ആൻറ്റിജൻ B ഉണ്ടാവില്ല. അപ്പോൾ ആൻറ്റിബോഡി ഏതാ ഉണ്ടാവുക? A ആണെങ്കിൽ Bക്കെതിരെയുള്ള ആൻറ്റിബോഡിയാണ് ഉണ്ടാവുക, ആൻറ്റി-B, അല്ലെങ്കിൽ ആൽഫ ബീറ്റ ആൻറ്റിബോഡി പറയും. ഓക്കെ, ഇനി B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ ഏതാ ഉണ്ടാവുക? B ആയിരിക്കും.
എന്താ ഇല്ലാത്ത ആൻറ്റിജൻ ഏതാ? എ ആണ്. അപ്പോൾ ആൻറ്റിബോഡി ഏതാ ഉണ്ടാവുക അവരുടെ ശരീരത്തിൽ? ആൻറ്റി എ ആണ്. ഓക്കെ. ഇനി എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ ഒ ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ആൻറ്റിജൻ ഇല്ല. ഓക്കെ, ആൻറ്റിബോഡി രണ്ടും ഉണ്ട്. ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് എ ആൻഡ് ബി ആൻറ്റിജൻ പ്രസൻറ്റ് ആൻഡ് ആൻറ്റിബോഡി ഇല്ല, രണ്ട് ആൻറ്റിബോഡി ആബ്സെൻ്റ് ആണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞൊക്കെ തന്നെയാണ് പ്രിൻസിപ്പിൾ. ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി റിയാക്ട്സ് ഓർ അഗ്ലൂട്ടിനേറ്റ് ടു ഫോം ക്ലംസ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇറ്റ്സ് ആൻ ഇമ്മ്യൂണോളജിക് റിയാക്ഷൻ. സോ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് അഗ്ലൂട്ടിനേഷൻ. Agglutination means the collection of separate particle like RBC into clumps or masses. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആൻറ്റിജൻ എ ഈസ് മിക്സ്ഡ് വിത്ത് ആൻറ്റി എ, ബി ആൻറ്റിജൻ ഈസ് മിക്സ്ഡ് വിത്ത് ആൻറ്റി ബി ആണെങ്കിൽ എന്ത് ചെയ്യും? എ ആൻറ്റി എ ആയിട്ട് റിയാക്ട് ചെയ്യും, ബി ആൻറ്റി ബി ആയിട്ട് റിയാക്ട് ചെയ്ത് ക്ലംസ് ഫോം ചെയ്യും. അതാണ് അതിൻ്റെ ബേസിക് റിയാക്ഷൻ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ആ വലിയ ടേബിൾ ഗ്രൂപ്പ് എ ബി എന്നൊക്കെ കാണുന്ന ടേബിളിൽ എന്താണ്? RBC ടൈപ്പ് എയിൽ എ ആൻറ്റിജൻ കാണും. അപ്പോൾ പ്ലാസ്മയിൽ ആൻറ്റി ബി ആൻറ്റിബോഡിയാണ് കാണുക. ഗ്രൂപ്പ് ബി ആണെങ്കിൽ അതിൽ ആൻറ്റി എ ആൻറ്റിബോഡി കാണും. ഗ്രൂപ്പ് എ ബി ആണെങ്കിൽ അത് ആൻറ്റിബോഡി ഒന്നും ഉണ്ടാവത്തില്ല. ഗ്രൂപ്പ് ഒ ആണെങ്കിൽ ആൻറ്റിജൻ ഉണ്ടാവില്ല, രണ്ട് ആൻറ്റിബോഡിയും കാണും. ഓക്കെ, അതാണ് അതിൽ കാണിച്ചിരിക്കുക. അതിൽ റെഡ് ഇങ്ങനെ സ്പൈക്സ് ഉള്ളതാണ് എ ആൻറ്റിജൻ, അതിൽ ഗ്രീൻ ട്രയാങ്കിൾ സ്പൈക്സ് ഉള്ളതാണ് ബി ആൻറ്റിജൻ. ഇനി എങ്ങനെയാണ് നമ്മളൊരു ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ ഒരു ലാബിൽ ചെയ്യാൻ നോക്കാം. ഈ ഇപ്പുറത്ത് കണ്ടില്ലേ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ഒ, ഗ്രൂപ്പ് എ ബി എന്ന് പറഞ്ഞാൽ ആ പടം നിങ്ങൾ നോക്കണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പേഷ്യൻറ്റിൻ്റെ സിറവും വേറൊരാളുടെ ബ്ലഡ് ഗ്രൂപ്പും കൂടി എടുത്ത് ചെക്ക് ചെയ്യുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ, അതായത് കറസ്പോണ്ടിങ് ഡോണറിൻ്റെ ഇതാണ് കണ്ടുപിടിച്ചേക്കുന്നത്, അത് നോക്കണ്ട. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞുതരാം ഇതിനെ. താഴത്തെ സ്ലൈഡ് കണ്ടോ 3. ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഈ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണ് അറിയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കഴിഞ്ഞു. അതിൽ നമ്മൾ എ ബി ഒ എന്നുള്ള 4 എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഇനി അതിൽ എ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ, അതെങ്ങനെയാണ്? അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ഓക്കെ, RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ 35 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അപ്പോൾ ഇത് രണ്ടും കഴിച്ചാൽ ബാക്കി 33 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എക്സ്ട്രാ ഉണ്ട്. അതായത് ഇത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ 50 ഡിഫറെൻറ്റ് ആൻറ്റിജൻസ് ഉണ്ട്. ആൻഡ് ദർ ആർ 6 കോമൺ ടൈപ്പ് ഓഫ് RS ആൻറ്റിജൻസ്. 50 ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് ഉണ്ട്. അതിൽ 6 വളരെ കോമൺ ആണ്. ഏതൊക്കെയാണെന്നറിയാമോ? ക്യാപിറ്റൽ C, ക്യാപിറ്റൽ D, ക്യാപിറ്റൽ E, സ്മോൾ c, സ്മോൾ d, സ്മോൾ e, അങ്ങനെയുള്ള 6 ആൻറ്റിജൻ. ഓക്കെ, ഈ RH ഫാക്ടർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ RH ഫാക്ടർ എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ സംഭവമാണ്. RBCയുടെ പൊക്കത്ത് ഈ RH ഈ ഫാക്ടറിൽ 50 ആൻറ്റിജനോളം ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പോപ്പുലേഷനിൽ കാണുന്നതാണ് ഈ 6. അതിൽ തന്നെ ഏറ്റവും കോമൺ ഏതാണെന്നറിയാമോ? D ആണ്. ടൈപ്പ് D ആൻറ്റിജൻ ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് D ആൻറ്റിജനെയാണ് നോക്കുക. അതാണ് ഈ ടൈപ്പ് D ആൻറ്റിജൻ നമ്മുടെ RBCയുടെ പൊക്കത്ത് ഉണ്ടെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. ടൈപ്പ് D ആൻറ്റിജൻ ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ള ആൾക്ക് ടൈപ്പ് D ആൻറ്റിജൻ ഉണ്ടാവാം, ടൈപ്പ് D ആൻറ്റിജൻ ഇല്ലാണ്ടാവാം. അപ്പോൾ ടൈപ്പ് D ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അത് എ പോസിറ്റീവ് എന്ന് പറയും. ടൈപ്പ് D ആൻറ്റിജൻ ഇല്ലാത്ത ഒരു എ ഗ്രൂപ്പ് ഉള്ള ആളാണെങ്കിൽ എ നെഗറ്റീവ് എന്ന് പറയും. ഇനി ബി ഗ്രൂപ്പുള്ള ആൾക്ക് ടൈപ്പ് D RH ആൻറ്റിജൻ അല്ലെങ്കിൽ RH പോസിറ്റീവ് എന്ന് ജസ്റ്റ് പറയുള്ളൂ നമ്മൾ. അത് ടൈപ്പ് ഡിയെ ഉദ്ദേശിച്ചാണ്. RH പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പോസിറ്റീവ് ആണ്. ബി ഗ്രൂപ്പുള്ള ആൾ RH നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് D ആൻറ്റിജൻ ഇല്ല. അങ്ങനെയാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ RH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ച കാൾ ലാൻഡ്സ്റ്റൈനറും വൈനറും ആണ്. ഇവരിത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് റീസസ് മക്കാവുലാണ്. അതുകൊണ്ടാണ് ഇതിന് RH ഫാക്ടർ എന്ന് പേരിട്ടേക്കുന്നത്. ഓക്കെ, ഇനി അതർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞു 33 അതർ സിസ്റ്റംസ് ഉണ്ട്. 35 മേജർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. അതിൽ ഈ RH ഉം എ ബിയും കഴിഞ്ഞാൽ ബാക്കി 33 ഉണ്ട്.
ABO ആൻറ്റിജനും റീസസ് ആൻറ്റിജനും കഴിച്ച പല ആൻറ്റിജൻസും RBCയുടെ മെംബ്രെയിനിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിനെ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്മൾ ഏറ്റവും കേട്ടിട്ടുണ്ടാവുക ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടാവും അല്ലേ, റെയർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു 3 ആഴ്ച മുമ്പ് കൂടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ബോംബെ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുട്ടിക്ക് ഇത് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അത് റെയർ ആണ്. പിന്നെ ഈ ഓരോ ബ്ലഡ് ഗ്രൂപ്പും നെയിം ചെയ്തിരിക്കുന്ന മിക്കതും ഇത് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ പേരും അല്ലെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് സ്പെസിഫിക്കായി കണ്ടുപിടിച്ച ആളുടെ പേരുമാണ്. അത് ഏതൊരു പേഷ്യൻറ്റിൽ നിന്നാണോ കണ്ടുപിടിച്ച അയാളുടെ പേരൊക്കെയാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയും ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ABO, RH ആൻഡ് അതർ ബ്ലഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ABO എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ABO അതിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി, അത് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ ആണ്. RH പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ Aയിൽ RHD ഉണ്ടെങ്കിൽ AB പോസിറ്റീവ്, അങ്ങനെ AB നെഗറ്റീവ്. അങ്ങനെ എങ്ങനെയാണ് നമ്മളിത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗ്രൂപ്പ് അറിയാൻ പറ്റുക എന്നുള്ള, ബ്ലഡ് ടൈപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഒന്നില്ലെങ്കിൽ ബ്ലഡ് നമ്മൾ വെയിനിലൂടെ എടുക്കില്ലേ, വെയിനി പങ്ക്ചറിന്ന് എടുത്ത ബ്ലഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ആണെങ്കിൽ പ്ലാസിൻ്റെ നിന്ന് അങ്ങനെ ഡ്രോ ചെയ്യും. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിക്ക് മെത്തേഡാണ്. നമ്മൾ തം അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ പിടിച്ചിട്ട് ഫിംഗേഴ്സിൻ്റെ ടിപ്പിൽ നിന്ന് പ്രിക്ക് ചെയ്യും. നെയിൽ പ്രിക്കിങ് ഇത് വെച്ചിട്ട് യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ പ്രിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, 3 ഡ്രോപ്പ്, ഈ സ്ലൈഡിൽ കാണുന്നില്ലേ അതേപോലെ 3 ഡ്രോപ്പ് വയ്ക്കും. എന്തിനാണ്? ഇതിന് ആൻറ്റിബോഡിയാണ് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ആൻറ്റിബോഡി സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. 3 ഡ്രോപ്പ് ബ്ലഡ് വയ്ക്കും. അപ്പോൾ ഈ ബ്ലഡിൻ്റെ പൊക്കത്ത് എന്താ ഉണ്ടാവുക? ബ്ലഡിൻ്റെ ഉള്ളിൽ RBCയുടെ പൊക്കത്ത് ആൻറ്റിജൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ആൻറ്റിബോഡി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അഗ്ലൂട്ടിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അഗ്ലൂട്ടിനേഷൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യും എങ്ങനെയാണ്. അപ്പോൾ 3 എണ്ണം എന്തിനാണ്? ഒന്ന് A ആണോ B ആണോ, A, B, O പറഞ്ഞാൽ ഇതിലില്ല, അത് നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാം. പിന്നെ ഒരെണ്ണം എന്തിനാണ്? RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ. സോ ഈ 3 ഡ്രോപ്പ് നമ്മൾ ഇതിലേക്ക് വെക്കും. ഈ സ്ലൈഡിലേക്ക് ബ്ലഡിൻ്റെ 3 ഡ്രോപ്പ് വെച്ചിട്ട് ഒന്നിലേക്ക് A ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും, ഒന്നിലേക്ക് ഇത് മിക്സാണ് ആൻറ്റിബോഡീസേ. അപ്പോൾ B ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും, അടുത്തതിൽ RH ആൻറ്റിബോഡി. എന്നിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യും. ഓക്കെ, മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ റിസൾട്ട് അനുസരിച്ച്, അതായത് ക്ലമ്പിങ് അനുസരിച്ച് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. മനസ്സിലായോ? ഒരു സ്ലൈഡ് എടുക്കും നമ്മൾ, എന്നിട്ട് 3 ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വയ്ക്കും. ബ്ലഡ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡ്രോപ്പ് കൺട്രോൾ ആക്കി വയ്ക്കാം. കൺട്രോൾ നമ്മൾ എന്താ ചെയ്യുക? കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിൾ മാത്രമായിരിക്കും, അതിലേക്ക് നമ്മൾ റിയേജൻ്റ് ഒഴിക്കത്തില്ല. അപ്പോൾ ഈ 3 ഡ്രോപ്പ്, യൂഷ്വലി ഈ 3 ഡ്രോപ്പ് വയ്ക്കുള്ളൂ. 3 ഡ്രോപ്പ് വെച്ചിട്ട് ഒരെണ്ണത്തിലേക്ക് A ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും, ഒരെണ്ണത്തിലേക്ക് B ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും, ഒരെണ്ണത്തിലേക്ക് RH ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്ലമ്പിങ് ഏതിലൊക്കെയാണ് വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കും. ഇപ്പോൾ O നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് ഉണ്ടാവുക? O നെഗറ്റീവ് ആകുമ്പോൾ ആൻറ്റിജൻ 2ലും ഉണ്ടാവില്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ D ഉണ്ടാവില്ല. സോ 3 എണ്ണത്തിലും ക്ലമ്പിങ് കാണാൻ പറ്റത്തില്ല. A പോസിറ്റീവ് ആണെങ്കിൽ Aയിൽ അഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും, Bയിൽ ഉണ്ടാവോ? ഇല്ല, കാരണം B ആൻറ്റിജൻ RBCയിൽ ഇല്ല. സോ B ആൻറ്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. പോസിറ്റീവ് ആണെങ്കിൽ D ആൻറ്റിജൻ ഉണ്ടാവും, റിയാക്ട് ചെയ്യും. സോ ആദ്യത്തെയും 3ാമത്തെയും ഫസ്റ്റ് ആൻഡ് തേർഡിൽ അഗ്ലൂട്ടിനേഷൻ വരും. ഇനി A നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? Aയിൽ മാത്രം, അവിടെ Dയിൽ റിയാക്ഷൻ ഉണ്ടാവില്ല. B പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? B എന്ന് പറഞ്ഞാൽ നമ്മൾ B ഒഴിച്ചു കൊടുത്താൽ, ആൻറ്റിബോഡി B ഒഴിച്ചു കൊടുത്താൽ അവിടെ അഗ്ലൂട്ടിനേഷൻ വരും, Dയിൽ അഗ്ലൂട്ടിനേഷൻ വരും. B നെഗറ്റീവ് ആണെങ്കിൽ ഒരെണ്ണത്തിൽ മാത്രം, Bയിൽ മാത്രം. AB പോസിറ്റീവിന് എന്താ? 2 ആൻറ്റിജനും ഉണ്ട്. അപ്പോൾ A ആയിട്ടും അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റും ആൻറ്റിബോഡി, B ആയിട്ടും അഗ്ലൂട്ടിനേഷൻ, Bയിലും അവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കും. അപ്പോൾ 2 സ്ഥലത്തുണ്ട്. ഇനി പോസിറ്റീവ് ആണെങ്കിൽ ആ Dയിലും, അപ്പോൾ 3 എണ്ണം ഇതായിരിക്കും. എൻ്റെ AB പോസിറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കിട്ടുക? ഈ 3 എണ്ണം ക്ലമ്പിങ് കിട്ടും. ഓക്കെ, ഇനി AB നെഗറ്റീവ് ആകുമ്പോൾ 2 എണ്ണം പോസിറ്റീവ്, 1 എണ്ണം നെഗറ്റീവ്. ഇനി എല്ലാത്തിലും ക്ലമ്പിങ്, കൺട്രോളിലും ക്ലമ്പിങ് വന്നാൽ എന്തോ പ്രശ്നമുണ്ട്, അത് നോട്ട് വാലിഡ്, എടുക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രിട്ടേഷൻ. മനസ്സിലായില്ലേ?
ഓക്കെ, നമ്മൾ നമ്മുടെ ബ്ലഡ് 3 ഡ്രോപ്പ് വെച്ചിട്ട് ഒരു ഡ്രോപ്പിലേക്ക് ആൻറ്റി എ ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും, ഒരു ഡ്രോപ്പിലേക്ക് ആൻറ്റി ബി ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും, അടുത്ത ഡ്രോപ്പിലേക്ക് ആൻറ്റി ഡി ആൻറ്റിബോഡി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിനെ റിസൾട്ട് ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്താണ് ഇത്രയും ഇമ്പോർട്ടൻറ്റ്? നമ്മൾ പറയാം ABO ബ്ലഡ് ഗ്രൂപ്പിന് അതാണ് ഇത്ര ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നതെന്ന്. ബ്ലഡ് കൊടുക്കുന്ന ആരാണോ അത് ഡോണർ, ബ്ലഡ് സ്വീകരിക്കുന്ന ആരാണോ അയാൾ റെസിപ്പിയൻറ്റ്. ഓക്കെ, ആൻഡ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓൺലി കോമ്പാറ്റബിൾ ബ്ലഡ് ക്യാൻ ബി ട്രാൻസ്ഫ്യൂ. ഇപ്പോൾ മനസ്സിലായി, എ ഉള്ള ആൾക്ക് ബി ഉള്ള ആൾക്ക് കൊടുത്താൽ എന്ത് പറ്റും? എ ഗ്രൂപ്പുകാരൻ ബിക്ക് കൊടുത്താൽ അവിടെ അഗ്ലൂട്ടിനേഷൻ. സോ ഇറ്റ് ഷുഡ് ബി കോമ്പാറ്റബിൾ. എ ആണെങ്കിൽ എ ആൾക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ. ഇനി വേറെ നമ്മുടെ ഒയും ABയും നമ്മൾ 2 ഇതായിട്ട് പറയും, അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻറ്റിബോഡി ഓഫ് ഡോണർ ആൻറ്റിജൻ ഓഫ് ദ റെസിപ്പിയൻ്റ് ആർ ഇഗ്നോർഡ് മോസ്റ്റ്ലി. ആൻറ്റിബോഡി ഓഫ് ഡോണർ ആൻറ്റിജൻ, നമ്മൾ ആൻറ്റിജൻ മാത്രമേ ആൻഡ് ആൻറ്റിജൻ ഓഫ് ദ റെസിപ്പിയൻ്റ്, നമ്മൾ ആ എന്താണ് ആൻറ്റിജൻ ആണ് കൺസിഡർ ചെയ്യുക. മനസ്സിലായില്ലേ? RBCയുടെ പൊക്കത്തുള്ള ആൻറ്റിജൻ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ A പോസിറ്റീവ് B പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ RBC ഓഫ് O ഗ്രൂപ്പിന് എന്താ? ആൻറ്റിജനേ ഇല്ല അല്ലേ? ആൻറ്റിജൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ആർക്ക് കൊടുത്താലും എന്ത് ആൻറ്റിബോഡി ഉണ്ടെങ്കിലും റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, സുഖമാണ്. ഇറ്റ്സ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ. AB ഗ്രൂപ്പുകാരാണെങ്കിലോ അവർക്ക് ആൻറ്റിബോഡി ഇല്ല, ആൻറ്റിജനേ ഉള്ളൂ. അപ്പോൾ ആരിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും, അഗ്ലൂട്ടിനേഷൻ നടക്കില്ല അവിടെ. സോ ദേ ആർ നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. അപ്പോൾ ബ്ലഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിസ്, അതിൻ്റെ ബേസിസ് എന്താണ്? കോമ്പാറ്റബിളായ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ കൊടുക്കാവൂ. സ്പെസിഫിക് ആയിട്ടുള്ള എ ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാവൂ, ബി ആണെങ്കിൽ ബിക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ. പക്ഷേ AB ആണെങ്കിൽ ദേ ക്യാൻ ആക്സെപ്റ്റ് ഏത് വേണമെങ്കിലും, റെസിപ്പിയൻ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. ആൻഡ് O ആണെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ ആണ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ബോത്ത് ആൻറ്റിജൻ. ഇവർക്കാണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് ആൻറ്റിബോഡീസ്, ഓൺലി ആൻറ്റിജൻസ് ആർ പ്രസൻറ്റ്. അതുകൊണ്ട് ABക്ക് അതാണ് ഇത് കാണിച്ചേക്കണം. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാം. കണ്ട ആരും ഇട്ടേക്കുന്നുണ്ട്. Aക്ക് കൊടുക്കാം, ABക്ക് കൊടുക്കാം, Bക്ക് കൊടുക്കാം. Aക്ക് ABക്ക് കൊടുക്കാം, Bക്ക് ABക്ക് കൊടുക്കാം. പക്ഷേ ABക്ക് എല്ലാവരിൽ നിന്നും വാങ്ങാം. മനസ്സിലായോ? അതാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, Oയിൽ നിന്നും വാങ്ങാം, എല്ലാവരിൽ നിന്നും വാങ്ങാം. അതാണ് യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. ഇനി ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡ്യൂ ടു ABO ഇൻകോമ്പാറ്റബിലിറ്റി. ഇനിയിപ്പോൾ ഇൻകോമ്പാറ്റബിൾ ആണ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്? പ്രോബ്ലംസ് ഫ്രം മൈൽഡ് ടു ഭയങ്കര സിവിയർ ആയിട്ട്. മൈൽഡായിട്ടുള്ള നമുക്ക് ചെറിയ ഇറിറ്റേഷൻ, ഹൈവ്സ്, അതായത് നമ്മൾ പറയില്ലേ ചൊറിയ, സ്കിന്നൊക്കെ ചൊറിയ, സ്കിൻ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇച്ചിങ്, പിന്നെ ചെറിയ ഫീവർ, കാരണം അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട് ബ്ലഡിൽ, അവിടെ ചെറിയൊരു ഫീവർ. അല്ലെങ്കിൽ ഇറ്റ് മേ ബി സിവിയർ ലീഡിങ് ടു റീനൽ ഫെയിലിയർ, ഷോക്ക് ആൻഡ് ഡെത്ത്, അതുവരെ സംഭവിക്കാം. ഓക്കെ, RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടു നമ്മൾ. ഇനി എന്താണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നമുക്ക് നോക്കാം. അതൊരു കണ്ടീഷനാണ് ഇൻ ന്യൂ ബോൺ, ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ എന്നാണ് പറയുന്നത്. ഇത് എന്താണ് പ്രശ്നം? ഇത് ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ജനറ്റിക് ഡിസോർഡേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനറ്റിക് ഡിസോർഡർ എഴുതാൻ പറഞ്ഞത് എഴുതരുത്. ഇത് എന്താ പറയുക, അബ്നോർമൽ അസോസിയേറ്റഡ് വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് വെച്ചാൽ ഇത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ സ്പെസിഫിക്കായി ചിലപ്പോൾ ഇത് ചോദിക്കാം, ബ്ലഡ് ആൻഡ് കമ്പോണൻസ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വെച്ചാൽ ഇത് എഴുതണം. ഇപ്പോൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ഇൻ ന്യൂ ബോൺസ് ആൻഡ് ഫീറ്റസ്. ഒന്നില്ലെങ്കിൽ അതായത് കുഞ്ഞ് വയറിൻ്റെ ഉള്ളിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സംഭവിക്കുന്നതോ, അല്ലെങ്കിൽ ന്യൂ ബോൺ ജസ്റ്റ് ബോൺ ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ബോൺ ബേബിക്ക്, നിയോനേറ്റ്സിനും സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, ഈ കണ്ടീഷനിൽ അമ്മ ഷുഡ് ബി RH നെഗറ്റീവ്, അതായത് A നെഗറ്റീവ് ആയിക്കോട്ടെ, B നെഗറ്റീവ് ആയിക്കോട്ടെ, RH നെഗറ്റീവ് ആയിരിക്കണം. RH നെഗറ്റീവ് ആയിരിക്കും. ഫാദർ എന്തായിരിക്കും? RH പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കപ്പിൾസിന് RH പോസിറ്റീവ് ആയിട്ടുള്ളൊരു ബേബി ഉണ്ടായെന്ന് വിചാരിക്കുക. ബേബി എപ്പോഴും അമ്മയുടെ വയറ്റിൽ ആണല്ലോ 9 മാസം. ആ 9 മാസത്തിൻ്റെ ഇടയിൽ എന്ത് പറ്റും? അമ്മയുടെ ഇത് റെക്കഗ്നൈസ് ചെയ്യാണ്, ഈ RH പോസിറ്റീവ് ഇത്. അപ്പം എന്ത് ചെയ്യും? ഇത് എതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡി അമ്മയുടെ
ബ്ലഡിൽ നിന്ന് പ്ലാസൻ്റ വഴി കയറി കുട്ടിയിലേക്ക് എത്തും. എന്നിട്ട് അവിടെ റിയാക്ഷൻ നടക്കും. ഓക്കെ, അഗ്ലൂട്ടിനേഷനൊക്കെ നടക്കും. ഓക്കെ, അതാണ് സംഭവം. അത് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് നയിക്കാം. ആ ഒരു പ്രോസസ്, ആ ഒരു ഇതിനെ ഡിസോർഡറിനെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ പറയുന്നതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. സിംറ്റംസ് എന്തൊക്കെയാണ്? അനീമിയ, പെയിൽ അപ്പിയറൻസ്, ജോണ്ടിസ്, എൻലാർജ്മെൻറ്റ് ഓഫ് ലിവർ ആൻഡ് സ്പ്ലീൻ, എഡിമ, എൻ്റയർ ബോഡിയിൽ നീര്, പിന്നെ ഡിസ്നിയ ഓർ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. ട്രാൻസ്ഫ്യൂഷൻ. Blood transfusion is generally the process of receiving blood products into one's circulation intravenously. Venous അത് വെയിനിലൂടെ നമ്മൾക്ക് പണ്ട് ബ്ലഡ് ആസിഡ് ഹോൾ ബ്ലഡ് ആയിരുന്നു ട്രാൻസ്ഫ്യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ ബ്ലഡ് കമ്പോണൻസ് ആണ്. ബ്ലഡ് കമ്പോണൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഇത്രയും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിപ്പിൾ സംഭവങ്ങളായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോണറിൽ നിന്ന് റെസിപ്പിയനിലേക്ക്. ഓക്കെ, പിന്നെ ദിസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അപ്പോൾ അറിയാം, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രം ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് ഫ്രം ഡോണർ ടു റെസിപ്പിയൻറ്റ്. ഇത് ഫസ്റ്റ് റിച്ചാർഡ് ലോവർ ആണ് ചെയ്തത്. ഹി ഡൺ ഇറ്റ് ഫ്രം ആനിമൽ ടു ഹ്യൂമൻ ആൻഡ് ഡോക്ടർ ബ്ലണ്ടൽ പെർഫോം ദ ഫസ്റ്റ് സക്സസ്ഫുൾ ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടു ട്രീറ്റ് ഹീമോഫീലിയ. Before a blood transfusion is given, there are many steps to ensure the അപ്പോൾ നമ്മൾ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കും, സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണോ നോക്കും. പിന്നെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, ഈ ആൾക്ക് പല ഇൻഫെക്ഷൻസ് വരാമല്ലോ, അതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ലേറ്റർ ഈസ് മച്ച് മോർ കോമൺ ദാൻ ദ ഫോർമർ. ഏതാണ്? പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്യാൻ ബി ഡൺ ഫ്രം നമ്മളുടെ തന്നെ ബ്ലഡ് നമുക്ക് എടുത്തു വെച്ചിട്ട് നമുക്കത് വീണ്ടും ഉപയോഗിക്കാം. ഇറ്റ് ഈസ് നോൺ ആസ് ഓട്ടോലോഗസ് ട്രാൻസ്ഫ്യൂഷൻ ഓർ വി ക്യാൻ യൂസ് സമ്മൺ എൽസ് ബ്ലഡ്. ഇറ്റ് ഈസ് നോൺ ആസ് അല്ലോജനിക് ഓർ ഹോമോലോഗസ് ട്രാൻസ്ഫ്യൂഷൻ. എപ്പോഴും വേറൊരാളുടെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുന്നതാണ് നോർമലി നടക്കാറ്. ഓക്കെ, പ്രോസസ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്തിനാണ് ടെസ്റ്റ് ചെയ്യാനായ? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, കളക്റ്റഡ് ബ്ലഡ് എന്ത് ചെയ്യും? ഫസ്റ്റ് ചെയ്യാനായത് സെപ്പറേറ്റ് ചെയ്യും സെൻട്രിഫ്യൂഗേഷൻ വഴി. RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, ആൽബുമിൻ, ക്ലോട്ടിംഗ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യും. അതിന് മുന്നേ നമ്മൾ ഈ കളക്ട് ചെയ്യുന്നതിന് മുന്നേ ഇയാളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഫസ്റ്റ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ഇപ്പോൾ B ഏതാണെന്ന് വെച്ചിട്ട് അത് ലേബൽ ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ബ്ലഡ് കളക്ഷൻ സെൻറ്ററിൽ അവർ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് B പോസിറ്റീവ് ആണെങ്കിൽ B പോസിറ്റീവ് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നതല്ലേ കൊണ്ടുവന്ന് തരിക. അപ്പോൾ അതിന് മുന്നേ അത് ഫസ്റ്റ് തന്നെ ഇത് കൊടുക്കാൻ വരുമ്പോൾ അയാളത് ഡോണർ വരുമ്പോൾ തന്നെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യും. അതിന് ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് ഇൻഫെക്ഷൻസ്, HIV, ഹെപ്പറ്റൈറ്റിസ് B, C, സിഫിലിസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യും. സ്ക്രീൻ ചെയ്തിട്ട് പാത്തജൻ റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഡൺ ചെയ്യും. എന്നിട്ട് പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യും. കണ്ടീഷൻ വെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നെസസറി. ഒരാൾക്ക് എപ്പോഴാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടത്? ഒന്ന് അനീമിയ, ഹെമറേജ്, ട്രോമ, ബേൺ, സർജറി, ഇതൊക്കെയാണെങ്കിൽ ഇമ്മീഡിയറ്റ്. കിഡ്നി ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ബ്ലഡ് ഇത് വരുമ്പോൾ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് അങ്ങനെയുള്ള കമ്പോണൻസ് ആണ് കൊടുക്കുക. ഓക്കെ, ആൻഡ് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ബിഫോർ ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡ് മസ്റ്റ് ബി ഹെൽത്തി വിത്തൗട്ട് എനി ഡിസീസ് ആണ് നേരത്തെ പറഞ്ഞത്. അതിനാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഹെൽത്തി ആൻഡ് ദ ഷുഡ് നോട്ട് ബി that patient should not have any disease. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ക്രോസ് മാച്ചിങ് നമ്മൾ നോക്കും. ആൻഡ് അപ്പാരറ്റസ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റെറൈൽ ആയിരിക്കണം. ടെമ്പറേച്ചർ ഓഫ് ബ്ലഡ് ടു ബി ട്രാൻസ്ഫ്യൂസ് മസ്റ്റ് ബി സെയിം ആസ് ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ദ ട്രാൻസ്ഫ്യൂഷൻ മസ്റ്റ് ബി സ്ലോ. പെട്ടെന്ന് നമ്മൾ റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കുകയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ വേഗം അത് ഹാർട്ടിലേക്ക് ലോഡാവും, എന്നിട്ട് പല കോംപ്ലിക്കേഷനും കോസ് ചെയ്യും. ഓക്കെ, ഇനി വാട്ട് ആർ ദ അഡ്വേഴ്സ് ഓർ ദ പ്രോബ്ലംസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ, ഡിലേഡ് അക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ എന്ന് പറയാലോ, RBC ബ്രേക്ക് ആവുക, അല്ലെങ്കിൽ ബ്ലഡ് സെല്ലിന് എന്തെങ്കിലും കേടുപാട് പറ്റാം. അത് ഡിലേഡ് ആവാം, കുറച്ച് റിസീവ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാവാം. അലർജിക് റിയാക്ഷൻ വരാം, പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ പർപ്യൂറ വരാം, അതിങ്ങനെ റാഷസ് പോലെ. ട്രാൻസ്ഫ്യൂഷൻ അസോസിയേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി, HIV, ഹെപ്പറ്റൈറ്റിസ് C. ഓക്കെ, ഇതൊക്കെയാണ് കോമൺ പ്രോബ്ലംസ്.
Exchange transfusion is a procedure which involves removal of patient's blood completely and replacement with fresh blood or plasma. അത് ഒരു വ്യക്തി സാധാരണ എങ്ങനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇത്തിരി ബ്ലഡ് റിസീവ് ചെയ്യത്തുള്ളൂ അല്ലേ, കുറച്ച് ബ്ലഡ് ലോസ് ആയി ആ ബ്ലഡ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലഡ് നമ്മൾ എടുക്കുക. പക്ഷേ സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എൻറ്റയർ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യും, നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇറ്റ് ഇസ് നോൺ ആസ് റീപ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫ്യൂഷൻ. അത് ഏതൊക്കെ കണ്ടീഷനിലാണെന്നറിയാമോ? ജോണ്ടിസ്, sickle cell anemia, erythroblastosis fetalis, etc. So this about blood transfusion, blood grouping.